പത്തനംതിട്ട റാന്നിക്കാരിയാണ് രഞ്ജിത. അവിടുത്തെ വീട് വിറ്റാണ് വർഷങ്ങൾക്ക് മുമ്പേ പുല്ലാട്ടെ കുടുംബ വീട്ടിലേക്ക് രഞ്ജിതയും മാതാപിതാക്കളും മക്കളും എത്തിയത്. അതിനിടെയാണ് അച്ഛന്റെ മരണം സംഭവിച്ചതും അച്ഛനെ ആ മണ്ണിൽ സംസ്കരിച്ചതും. പിന്നീട് അമ്മയ്ക്കൊപ്പം മക്കളെ നിർത്തി വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു രഞ്ജിത. ഒടുവിൽ അച്ഛന്റെ വേർപാടിന് പിന്നാലെ രഞ്ജിതയും യാത്രയായപ്പോൾ കുടുംബ വീടിന് തൊട്ടരികെ രഞ്ജിത പണിതിരുന്ന പുത്തൻ വീടിനരികെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ തന്നെയാണ് രഞ്ജിതയെയും സംസ്കരിച്ചത്. പണി തീരാത്ത തന്റെ വീട് നിൽക്കുന്ന ആ പറമ്പിൽ രഞ്ജിതയുടെ സ്വപ്നങ്ങൾ ഇന്നലെ ചിതയിലെരിഞ്ഞപ്പോൾ അത് നോക്കി ജനാലയ്ക്കരികിലിരുന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു രഞ്ജിതയുടെ അമ്മയും രണ്ടു മക്കളും. രഞ്ജിത പഠിച്ച സ്കൂളിലെ പൊതുദർശനം കഴിഞ്ഞ് ഉച്ച കഴിയവെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. പുതിയ വീടിന്റെ ഹാളിലേക്ക് എത്തിച്ച രഞ്ജിതയെ അവസാന നോക്കു കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും നൂറുകണക്കിന് പേരാണ് കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ അവിടേക്ക് ഒഴുകിയെത്തിയത്. ഒടുവിൽ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ മകൻ ഇന്ദുചൂഡന്റെയും പൊട്ടിക്കരഞ്ഞ മകൾ ഇതികയുടെയും നിലവിളി നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം കണ്ണീരായി മാറുകയായിരുന്നു. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂഡനും രഞ്ജിതയുടെ സഹോദരന്റെ മക്കളായ കാശിനാഥും ശ്രീറാമും ചേർന്നാണ് രഞ്ജിതയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് അഹമ്മദാബാദിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലുണ്ടായിരുന്ന സഹോദരൻ രതീഷ് ജി നായരും ബന്ധു ഉണ്ണികൃഷ്ണനും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. രഞ്ജിത പഠിച്ച പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. മുൻപ് അവധിക്ക് വന്നപ്പോൾ രഞ്ജിതയുടെ നിർബന്ധപ്രകാരം പഴയ കൂട്ടുകാരെല്ലാം ഒത്തുകൂടുകയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. വാട്സാപ്പ് കൂട്ടായ്മകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ സഹപാഠികളെല്ലാം തന്നെ വിങ്ങിപ്പൊട്ടിയാണ് ആ മൃതദേഹത്തിനരികെ ഇരുന്നത്. തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം പുല്ലാട് കോഞ്ഞോൺ തറവാടിന് സമീപം രഞ്ജിത പുതുതായി പണി കഴിപ്പിക്കുന്ന വീടിന്റെ നടുത്തളത്തിൽ പൊതുദർശനത്തിന് വച്ചതോടെ അമ്മ തുളസിക്കുട്ടിയമ്മയും ബന്ധുക്കളും മക്കളും എല്ലാം വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. വൈകിട്ട് 4:30യോടെയായിരുന്നു സംസ്കാരം. രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വൻ ജനാവലിയാണ് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയത്. UK-യിൽ നഴ്സായിരുന്ന രഞ്ജിത ആ ജോലി ഉപേക്ഷിച്ച് കേരളത്തിൽ ആരോഗ്യവകുപ്പിൽ ലഭിച്ച ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അപകടത്തിൽ മരണം സംഭവിച്ചത്. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് 11ാം ദിവസമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. DNA പരിശോധനയിലൂടെയായിരുന്നു രഞ്ജിതയെ തിരിച്ചറിഞ്ഞത്. പരിശോധനയ്ക്കായി വിദേശത്തു നിന്നും സഹോദരൻ എത്തിയിരുന്നു. അഹമ്മദാബാദിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിലും ആദ്യ പരിശോധനയിൽ രഞ്ജിതയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നാട്ടിൽ നിന്നും അമ്മയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് അഹമ്മദാബാദിലെത്തിച്ച് പരിശോധിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം ഏതാണെന്ന് ഉറപ്പിച്ചത്. തുടർന്ന് ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുകയായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.